मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। ഈ ഒരു അവസരത്തിനു വേണ്ടിയായിരുന്നു ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത്. നിന്നെ എന്റെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് അവനെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും. എന്നെ വിടൂ, എന്നെ വെറുതെ വിടൂ. എന്റെ രാജകുമാരൻ വരും. നിങ്ങൾ ആരെയും വെറുതെ വിടില്ല. നിന്നെ ഇവിടുന്ന് ഞാൻ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ വിരൽ, നീ എന്റെ വിരൽ കടിച്ചു മുറിച്ചു. ഇനി എന്തായാലും ഇവിടുന്ന് നിന്നെ ഞാൻ ജീവനോടെ വിടാൻ പോകുന്നില്ല. അല്ല, എന്താ പെട്ടെന്നൊരു ചൂട് അനുഭവപ്പെടുന്നത്? ഞാൻ എൻട്രി ആയി കഴിഞ്ഞാൽ താപനില മാറും. എന്താ മനസ്സിലായോ നിനക്ക്? അവനെ വെറുതെ വിടരുത്. ക്രീം ബിസ്ക്കറ്റിൽ തീർച്ചയായും ക്രീം ഉണ്ടാകാം, എന്നാൽ ടൈഗർ ബിസ്ക്കറ്റിൽ ടൈഗർ ഉണ്ടാവില്ല. വെളുത്ത കോഴി കറുത്ത മുട്ടയിട്ടാലും നീ ഇവിടുന്ന് രക്ഷപ്പെടില്ല. പിടിക്കവനെ. എന്നോടൊപ്പം ഏറ്റുമുട്ടാൻ സിംഹക്കുട്ടികൾ വരുമെന്നാ വിചാരിച്ചത്. എന്നാൽ നീ അയച്ചതോ വെറും എലിക്കുട്ടികളായി പോയല്ലോ. എന്റെ ഒറ്റ ഇടിക്ക് തന്നെ ഈ ഭൂമി രണ്ടായി പിളരും. എന്നാൽ ഞാനൊന്ന് ഓതിയാലോ, ഈ ഭൂമി വീണ്ടും ഒന്നിക്കും. ഞാൻ നിന്നെ വെറുതെ വിടുകയില്ല. ഇതാണ് എന്റെ ഫേവറേറ്റ് പാർ. അയ്യോ എന്റെ അമ്മോ, എടോ വേദനിക്കുന്നടോ. ഇപ്പൊ മനസ്സിലായോടാ എന്റെ ശക്തി. ഇനി നിന്നെ ഞാൻ ഭസ്മമാക്കാൻ പോകുന്നു. എനിക്ക് മറ്റൊരു പേരുണ്ട്, അതാണ് ടൈഗർ. നിന്നെ പോലുള്ള ആൾക്കാർ എനിക്ക് ക്യാരം ബോർഡിലെ വെറും സ്ട്രൈക്കറാണ്. ഇന്ന് പിടിച്ചോ. പാറു, ദാ ഞാൻ എത്തി. രക്ഷിക്കൂ. ഓ എന്റെ അമ്മച്ചി, ഇവൻ എന്റെ നടു തന്നെ ഒടിച്ചു കളഞ്ഞു. എന്തായാലും സംഭവം അടിപൊളിയായി. ഇനി അല്പം കൂടി ആക്ഷൻ ആയാൽ അടിപൊളിയാകും. എന്തായാലും അടിപൊളി ഫിലിമാണ്. അതെ, സംശയം വേണ്ട. ഡയറക്ടർ എന്റെ അനിയൻ തൊമ്മനാണ്, ഹീറോ എന്റെ അളിയൻ കമ്മനാണ്. കള്ളൻ കുഞ്ഞു കുടുംബം എപ്പോഴും കുടുംബപരമായ പണം എടുക്കാറുള്ളൂ. കള്ളൻ കുഞ്ഞു. എടോ, ഞാനാണ് കുള്ളൻ കുടുംബം. ഞാൻ ആരുടെ തലയിൽ കൈവയ്ക്കുന്നുവോ അവൻ പിന്നെ സ്റ്റാർ ആവും, പിന്നെ സൂപ്പർ സ്റ്റാർ, പിന്നെ മെഗാ സ്റ്റാർ ആയി മാറുന്നത് ആർക്കും തടയാൻ കഴിയില്ല. അത്രയ്ക്ക് പവർ ഉണ്ട് എനിക്ക്. എനിക്കത് ആലോചിക്കുമ്പോ വല്ലാണ്ട് സന്തോഷം തോന്നുന്നുണ്ട്. ഈ വലിയ സംരംഭത്തിൽ എന്റെ പേരും വരുമല്ലോ. എനിക്ക് എന്തായാലും അങ്ങയോടൊപ്പം പണിയെടുക്കണം. അങ്ങക്ക് എന്തായാലും എന്റെ ചന്ദ്രനിലെ ചന്തു എന്നുള്ള സ്റ്റോറി ഇഷ്ടപ്പെടും. നിന്റെ സ്റ്റോറി എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ നിന്റെ സ്റ്റോറി എന്റെ പേരിൽ മാത്രമേ പുറത്തു വരൂ. അതിന് ഞാൻ സമ്മതിക്കില്ല. എനിക്കതിന്റെ ക്രെഡിറ്റ് വേണം. നോ നെയിം നോ ജോലി. ഒരിക്കലുമില്ല. നീ എന്താ കരുതിയത്? ഇന്നലെ വന്ന ഒരു റൈറ്റർ എന്റെ അടുത്ത് ക്രെഡിറ്റ് ചോദിക്കുമോ? ശരി, തനിക്ക് ഞാൻ സ്റ്റോറി തരുന്നില്ല. തന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? എന്നെ തല്ലുന്നു. ഞാൻ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. അങ്ങോട്ട് നോക്ക്. അയ്യോ, ആരെങ്കിലും വന്ന് ഒന്ന് രക്ഷിക്കേ. ദാ റൈറ്റർ താഴെ വീണു. ഇത്രയും വലിയ കൊക്കയിലല്ലേ വീണിരിക്കുന്നത്, രക്ഷപ്പെടുത്താൻ കഴിയില്ല. കൂടാതെ താഴെ വന്യമൃഗങ്ങളും ഉണ്ട്. OMG. ഓ, എന്തായാലും നന്നായി. ആരെങ്കിലും ഒന്ന് വേഗം പോയി പോലീസിനെ വിളിക്ക്. ഇനി ഈ പടം നിർമ്മിക്കുന്നതിൽ നിന്നും എന്നെ ആർക്കും തടയാൻ കഴിയില്ല. എന്തായാലും ഈ കഥ വെച്ച് ഞാനൊരു ബോക്സ് ഓഫീസ് ഹിറ്റ് കൊടുക്കും. ഹോളിവുഡിൽ തന്നെ ഏറ്റവും വലിയൊരു പ്രൊഡ്യൂസറായി ഞാൻ മാറുകയും ചെയ്യും. എന്നിട്ട് അവിടെ ഒരു കലക്ക് കലക്കും ഈ കള്ളൻ കുഞ്ഞ്.
ഉറക്കം വരുന്നില്ല എങ്കിൽ ഉറക്ക ഗുളിക കഴിക്കൂ. എന്നാൽ ഞങ്ങളുടെ ന്യൂസ് കാണാൻ മറക്കരുത്. ഹോളിവുഡ് പ്രൊഡ്യൂസർ കള്ളങ്കുഞ്ഞിന്റെ സെറ്റിൽ ഒരു അത്യാഹിതമുണ്ടായി. യങ് ആൻഡ് ടാലന്റഡ് ഹണി അവിടെ വെച്ച് കൊക്കയിലേക്ക് വീണു. ഇവിടെ വരൂ, ഈ ന്യൂസ് വായിക്കൂ. ഇതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നെന്ന് പറയൂ. എനിക്ക് ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇല്ല, എന്റെ ആളിയ ഹണിക്ക് ഒന്നും സംഭവിക്കില്ല. അതെ, നീ വിഷമിക്കാതിരിക്കെ. നമുക്ക് ഉടൻ തന്നെ പോയി അവനെ അന്വേഷിച്ച് കണ്ടെത്താം. സംശയമുണ്ടോ? ഞാൻ ഇൻസ്പെക്ടർ പാണ്ഡെ കോൾ ചെയ്യാം. അദ്ദേഹം എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല. എന്റെ ഹണിക്ക് ഒന്നും സംഭവിക്കില്ല. വലിയ നീ സുരക്ഷിതനാണെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. നീ ധൈര്യം കൈവിടരുത്. നിന്നെ രക്ഷിക്കാൻ ഞങ്ങളിതാ എത്തിക്കഴിഞ്ഞു. ഇതൊരു കൊടും വനമാണ്. ഞാൻ പോയി നോക്കിയിട്ട് വരാം. ടൈറ്റാനിക് കപ്പൽ വെള്ളത്തിൽ താണു. പോപ്പറ്റ് ഹെലികോപ്റ്ററിൽ നിന്നും താഴേക്ക് വീണു. കന്നാ സാറേ, പോപ്പട്ട് വീണതല്ല, പറന്നു പോയതാണ്. ഹണി, ഹണി, അയ്യോ, ഹണി, ഹണി, എണീക്ക്. ഓഹോ, ഇവൻ ബോധം കെട്ട് കിടക്കുക. എന്തായാലും പോയി അവരെ ഇൻഫോം ചെയ്യാം. ഹണി ഒരു മരത്തിൽ സുരക്ഷിതനായിട്ടുണ്ട്, പക്ഷെ ബോധം കെട്ട് കിടക്കുക. ആ മരത്തിനടുത്ത് പോകാൻ വളരെ പാടാണ്. ഞാൻ പോകാം. എന്റെ അളിയന് ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. എന്റെ ഹണിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. എന്റെ മനസ്സ് പറഞ്ഞതാ അവനൊന്നും സംഭവിക്കില്ല എന്ന്. ബണി അവനെ വേഗം രക്ഷിച്ചു വരൂ. ഹണി, ഹണി, എന്റെ അളിയ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? കൊച്ചളിയ, ഹണി, നിന്നെ ഞാൻ കൊണ്ടുപോകാനാ വന്നത്. വേഗം വാ. കൊച്ചളിയ, നീ വന്നോ? എന്റെ കയ്യിലേക്ക് പിടിക്ക്. കൊച്ചളിയ, ഡോക്ടർ ബാലു, എന്റെ ഹണിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒന്നും പറയാൻ കഴിയില്ല. വലിയ കൊച്ചളിയ, മേഡം, കൂട്ടുകാരെ, വലിയ നിനക്ക് ബോധം വന്നല്ലോ. ഞങ്ങൾ എന്തുമാത്രം വിഷമിച്ചത് നിനക്കറിയോ? ഹണിയുടെ കാര്യം അറിഞ്ഞപ്പോ ഞാനിങ്ങ് പോന്നോ. ഇപ്പൊ എങ്ങനെയുണ്ട് കൂട്ടുകാരെ? അടിപൊളി. ഹണി, നീ സ്ക്രിപ്റ്റ് കൊടുക്കാൻ പോയതല്ലേ, പിന്നെ എങ്ങനെയാ നീ കൊക്കയിലേക്ക് വീണത്? ഞാൻ വീണതല്ല, ആ കള്ളൻകുഞ്ഞിനെ തള്ളിയിട്ടതാ. വ്യാഴം കഴിഞ്ഞാൽ അടുത്ത ദിവസം വരും വെള്ളി. പ്രൊഡ്യൂസർ കള്ളൻകുഞ്ഞ് എന്തിനാണ് നിന്നെ കൊക്കയിലേക്ക് തള്ളി? കാരണം അയാളെന്റെ സ്ക്രിപ്റ്റ് മോഷ്ടിക്കാൻ നോക്കി. എന്നിട്ട് അത് അയാളുടെ പേരിൽ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോ അയാൾ എന്നെ കൊക്കയിലേക്ക് തള്ളിയിട്ടു. ഇവിടെ ഒരു ഇൻസ്പെക്ടർ പാണ്ഡ, ഇത് കുറ്റമാണ്. തന്റെ അധികാരം ഇവിടെ പ്രയോഗിക്ക്. എന്നിട്ട് കള്ളന്മാരെ പിടിക്ക്. എന്നിട്ട് അവരെ ഒരു പാഠം പഠിപ്പിക്ക്.
സതീഷ്, പാഠം പഠിപ്പിക്കാം. പക്ഷെ പിടിച്ചിട്ടെന്താ കാര്യം? അയാൾക്കെതിരെ എന്ത് തെളിവാണുള്ളത്? അയാൾ ഹണിയെ കൊല്ലാൻ നോക്കിയിരിക്കുകയാണ്. ഇതിനേക്കാളും വലിയ സാക്ഷി എന്താ വേണ്ടത്? അയാൾ അങ്ങനെ വെറുതെ വിടാനൊന്നും പാടില്ല. അയാൾ ഒരു പാഠം പഠിപ്പിക്കണം. പക്ഷെ അതെങ്ങനെയാ? ആരോ പറഞ്ഞു കേട്ടു അയാൾ ഇന്ന് രാത്രി ഫ്ലൈറ്റിലേ ഹോളിവുഡിലേക്ക് പോവാണത്രേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? എന്തായാലും എന്റെ കൊച്ചളിന്റെ പക്കല് നല്ലൊരു പ്ലാൻ ഉണ്ടാവുമല്ലോ, അത് വേഗം ഒന്ന് പറഞ്ഞേ. എന്റെ പക്കലോ? ആ അതെ അതെ ഉണ്ട്. അതിനു വേണ്ടി നമ്മൾ ഹോളിവുഡിലേക്ക് പോണം. അതെ, അയാൾ ഹണിയെ കൊല്ലാൻ നോക്കിയതാ. അതിനുള്ള പണി നമുക്ക് കൊടുക്കണം. അയാൾ ചെയ്ത തെറ്റിന്റെ ശിക്ഷ എന്തായാലും നമുക്ക് കൊടുത്തേ മതിയാവൂ. ശിക്ഷ നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചോണ്ട് പോണോ അതോ അവിടുന്ന് വാങ്ങണോ? മഴ പെയ്തു കഴിഞ്ഞാൽ പറമ്പ് മുഴുവനാകും പച്ച. അവിടെ തന്നെ കിട്ടും അവന് നല്ല ശിക്ഷ. ഖന്ന സാർ ഹണിയുടെ അയൽവാസിയാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തായാലും നിങ്ങൾക്ക് അങ്ങോട്ട് പോകാനുള്ള ഏർപ്പാട് ചെയ്യാം. എനിക്കറിയാവുന്ന കുറച്ചുപേർ അവിടെയുണ്ട്. അവര് നിങ്ങളെ സഹായിക്കും. പക്ഷെ പ്ലാൻ എന്താണ്? സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് കയറി സിംഹത്തിനെ തന്നെ ആക്രമിക്കണം. മാഡം, നമ്മളൊരു കാര്യം ചെയ്യണം. നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും വലിയൊരു കോടീശ്വരൻ ഹോളിവുഡിലേക്ക് സിനിമ നിർമ്മിക്കാൻ വരുന്നു എന്ന് പറയണം. അതൊക്കെ ഞാൻ ചെയ്യാം. നിങ്ങൾ ഉടനെ പോകാൻ തയ്യാറാകൂ. ആരാണ് പ്രൊഡ്യൂസർ ആവുക? എന്റെ ഭായ്, എന്നെ കാണാൻ ഒരു ലുക്കില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ അത്യാവശ്യം റിച്ച് ആണ് ഭായ്, അതുകൊണ്ട് പ്രൊഡ്യൂസർ ഞാനാവാം. അത് ശരിയാണ്. തോത്താറം പ്രൊഡ്യൂസർ ആവും. നമ്മൾ അദ്ദേഹത്തിന്റെ ടീം. ഇവിടെ വരൂ, ഞങ്ങളും നിങ്ങളോടൊപ്പം വരാം. എന്താ സാറേ? അങ്ങ് പറഞ്ഞത് എന്തായാലും ശരിയാണ് ഡോക്ടർ ബാലു. സൂക്ഷിക്കണം കുട്ടികളെ. ഒരു പ്രാവശ്യം ഹണി എനിക്ക് നഷ്ടമായതാ. ഇനി എനിക്ക് ആരെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല. വിഷമിക്കണ്ട മേഡം, ഞങ്ങൾ എന്തായാലും പോയി ആ കള്ളന്റെ ചായം പുറത്താക്കാം. ഓർക്കണം, അയാൾക്കെതിരെ തെളിവ് കിട്ടിയില്ലെങ്കിൽ നമ്മൾക്ക് അയാളെ ശിക്ഷിക്കാനാവില്ല. കുട്ടികളെ നിങ്ങൾ സൂക്ഷിക്കണം. ഓൾ ദി ബെസ്റ്റ്. ശരി പാണ്ഡ സാറേ, വരൂ. കപ്പ മുറിക്കണമെങ്കിൽ വേണം നല്ല പിച്ചാത്തി. നമ്മളിതാ ഹോളിവുഡിലെത്തി. അടികൈ. ഹലോ സർ. ഞാൻ പൊപ്പി. ഞാൻ ബാബോടി. ഞാൻ ഇദ്ദേഹത്തിന്റെ സെക്രട്ടറി. ഞാൻ ഇദ്ദേഹത്തിന്റെ സെക്രട്ടറിയുടെ സെക്രട്ടറി. ഞാൻ റൈറ്റർ. പിന്നെ ഞാൻ ഫൈറ്റർ. പിന്നെ ഞാൻ ഹീറോയാണ്. ഞാൻ ക്യാമറമാനാണ്. ഇദ്ദേഹം വലിയൊരു പ്രൊഡ്യൂസറാ. സിനിമ നിർമ്മിക്കാൻ വന്നതാ. സംശയമുണ്ടോ? ഇല്ലില്ല, ഒരു സംശയമില്ല. നിങ്ങൾ വരുന്നെന്ന് ഞങ്ങൾക്ക് കോൾ ഉണ്ടായിരുന്നു. ലേഡീസ്, മേഡം എന്തായാലും സംഭവം കലക്കി. വെൽക്കം സർ. ഹൗ ആർ യു? ഇവരെന്താ ഈ ചോദിക്കുന്നത്? ഇപ്പോഴല്ലേ പറഞ്ഞത് ഇദ്ദേഹമാണ് ഭൂപി ഭായ്. ഞാൻ ഇദ്ദേഹത്തിന്റെ അനിയൻ ബാദുരി ഭായ്. അല്ലേ ഭായ്? ഇവിടെ വരൂ. വിദേശത്ത് വന്നതിന് ശേഷവും നാട്ടിൽ പറയുന്ന മണ്ടത്തരങ്ങളൊന്നും പറയരുത്. അവർ ചോദിച്ചത് ഹു ആർ യു എന്നല്ല, ഹൗ ആർ യു എന്നാണ്. പണ്ടത്തെ പോലെയല്ല, ഹോട്ടലിൽ ഇപ്പൊ ഭയങ്കര ബില്ല. ഞങ്ങൾക്ക് കാണാം മിസ്റ്റർ രംഗീല. അടികൈ. Sure sir. Studio number 7, floor number 2. First right, then left. താങ്ക് യു. കണ്ടോ മാജിക് മാൻ? ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നാ മതിയോ? താൻ പോയി പണിയെടുക്ക്. നിങ്ങൾ നോക്കിക്കോ, മാജിക് മാൻ മാജിക് കാണിച്ച് അയാൾ ഇപ്പൊ പ്രാവാക്കി മാറ്റും. തീറ്റകളുടെ മാൻ. സംശയമുണ്ടോ?
അതെ, ആരെങ്കിലും രക്ഷിക്കേ. ഇവിടെ വരൂ. ഇവിടെ വരൂ. അതെ ഭായ്, ഡൈനോസറിനോട് ഇങ്ങോട്ട് വരാനല്ല അങ്ങോട്ട് പോകാനാ പറയേണ്ടത്. ഇത് ഡമ്മിയാണ്. ചേട്ടാ, നമുക്ക് ഇതിൽ കയറി ഇരുന്നാലോ? ഞാൻ ഇതുവരെ ദിനോസറിന്റെ മുകളിൽ കയറി ഇരുന്നിട്ടേ ഇല്ല. എന്റെ ഭായ്, നിന്റെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാലേ നമ്മളെല്ലാം ഡൈനോസർ പ്രസവിച്ചതാന്ന് തോന്നുമല്ലോ. മാറുന്നിക്ക്, ഇതെങ്ങാനും പൊട്ടിപ്പോയാലേ നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. സംശയമുണ്ടോ? കൊടുത്താ എന്താ പ്രശ്നം? നമ്മൾ വലിയ പ്രൊഡ്യൂസർമാരാണല്ലോ. ആണെന്നല്ല, ആക്കിയതാ. നിന്റെ കഴുത്തിലിട്ടേക്കുന്നുണ്ടല്ലോ, ഗോൾഡ് അല്ല, ഡ്യൂപ്ലിക്കേറ്റാ. അത് മറക്കണ്ട. മിസ്റ്റർ റംഗീല, നെക്സ്റ്റ് എവിടെയാ? ഓ, ഇവന്മാർ എന്തിടിയാ ഇടിക്കുന്നേ? ആക്ഷൻ പടങ്ങളൊന്നും ഇവന്മാര് കണ്ടിട്ടില്ലേ? ഇടിക്കുന്ന ഇടിയിലെ വില്ലൻ നേരെ തറയെ വീഴണം. അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി അടിപൊളി. ബാക്കിയൊക്കെ നമുക്ക് എഫക്ട് ചെയ്യാവുന്നേ. അതാകാതിരിക്കാൻ വഴിയില്ലല്ലോ, കാരണം ഞാനല്ലേ ക്യാമറാമാൻ. രംഗീല എന്ന് പറയുന്നത് ചുമ്മാതല്ലോ. രംഗീല, ഞാൻ എന്തായാലും തന്റെ പടത്തിൽ പണം ഇറക്കിയതിൽ ഒരു തെറ്റുമില്ല. എന്റെ അനിയനെ താൻ വേണം ഹീറോ ആയി പ്രസന്റ് ചെയ്യാൻ. ഗ്രാൻഡ് ഓപ്പൺ ഇൻ USA. അപ്പൊ ഇതാണ് രംഗീല. ഇയാൾ അവന്റെ കൂട്ടുകാരനാണ്. നമ്മുടെ പ്ലാൻ പ്രകാരം ആദ്യം തട്ടിയിടേണ്ടത് ഇവനെയാണ്. ചെല്ലണം കണ്ണാ സാറേ. അടിപൊളി പണി തന്നെ നിങ്ങൾ ചെയ്യുന്നത്. കാട്ടിലുണ്ട് ഹിപ്പോ, നിങ്ങളാണ് ഞങ്ങളുടെ ഹോപ്പ്, വിശ്വാസം. അല്ല, നിങ്ങൾ ആരാണ്? മാവിനെ ഇംഗ്ലീഷിൽ പറയും മാംഗോ ട്രീ. ഞാൻ പ്രൊഡ്യൂസർ ഭൂപിയുടെ സെക്രട്ടറി. അടികൈ. എടോ, ഇയാളെ ഇവിടുന്ന് പറഞ്ഞു വിട്. ഇത് ഏതോ വൃത്തികെട്ട ഒരു റൈറ്ററാന്ന് തോന്നുന്നു. അല്ലപ്പ, ഇതാരാണോ? ഇത് ഞങ്ങളുടെ ഫയർ മാസ്റ്റർ ആണ്. അപ്പൊ താനോ? സ്റ്റൈൽ കണ്ടിട്ട് മനസ്സിലായില്ലേ? അതെ ഭായ്, ഇതെന്റെ ഹീറോയാണ്. പിന്നെ ഈ കരടി സ്ക്രിപ്റ്റ് റൈറ്റർ ആണ്. ഈ ക്യാമറ കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഞാനാണ് ക്യാമറമാൻ. ഇദ്ദേഹം സെക്രട്ടറിയുടെ സെക്രട്ടറിയാണ്. സംശയമുണ്ടോ? ഇത് ഭൂപി ഭായ്, ഞാൻ അദ്ദേഹത്തിന്റെ അനിയൻ. ഞങ്ങൾ പ്രൊഡ്യൂസറാണ്. പ്രൊഡ്യൂസറോ? പിന്നല്ലാതെ. ഭായിയെ കണ്ട എന്താ ഡൈനോസറിനെ പോലെ തോന്നുന്നുണ്ടോ? ഗോൾഡ് കണ്ട ഗോൾഡ്. പ്രൊഡ്യൂസർ തന്നെയാ. നിങ്ങൾ ആരാന്നറിയാതെ ചോദിച്ചു പോയതാ. ഞാനാണ് രംഗീല. താൻ കീഴാണെങ്കിലും ശരി, ഫ്രോഡാണെങ്കിലും ശരി, ഞങ്ങൾക്ക് അതൊരു പ്രശ്നമേ അല്ല. എന്താ? അതെ സാറേ, ഞങ്ങൾക്ക് ജോലി നന്നാവണം, അത്രേ ഉള്ളൂ. അതെ ഭായ്, നിങ്ങളുടെ ഷൂട്ടിംഗ് കണ്ടു, നന്നായിട്ടുണ്ട്. എന്റെ ഫിലിം നിങ്ങൾ ഡയറക്ട് ചെയ്യണമെന്ന എന്റെ ആഗ്രഹം. 1000 കോടി രൂപയ്ക്ക് സംഭവം നടക്കില്ലേ? 1000 കോടി രൂപയോ? And the Bhaskar Awards goes to രംഗീല. എന്നാ പിടിച്ചോ സുപാരി. അത് പിന്നെ സൈനിങ്. ഇതാ ഞങ്ങളുടെ കാർഡ്. നാളെ രാവിലെ തന്നെ വന്നേക്ക്. ശരി ഭായ്, ഇനി താൻ പറയും. ഇനിയിപ്പോ എന്ത് പറയാനാ? നമ്മളെന്തായാലും തട്ടിയിട്ടല്ലോ. ഇനി എന്താ പ്രശ്നം? സൂക്ഷിച്ച് സംസാരിക്കടാ. പ്രൊഡ്യൂസറാണ്. പടം ചെയ്യാൻ സമ്മതമാണോ എന്ന് ചോദിച്ചതാ. സംശയമുണ്ടോ? എന്താ ഡയറക്ടർ സാറേ, പടം ചെയ്യാൻ സമ്മതമാണോ? ശരി ബൈ. എടോ, ഭായിയെ കോപ്പി ഒന്നും അടിക്കരുത്. ശരി ഭായി എന്നുള്ളതേ ഭായിക്ക് കോപ്പി റൈറ്റ് ഉള്ളതാ. ശരിയേട്ടാ. ഞാൻ പടം ചെയ്യാൻ സമ്മതമാണെന്ന് പറയുകയായിരുന്നു. ഞാൻ നാളെ രാവിലെ തന്നെ ഞങ്ങളുടെ ടീമുമായി വന്ന് നിങ്ങളെ കാണാം. ടീം വേണ്ട, ടീം ഞങ്ങളുടേതാണ്. അംഗം മാത്രം വന്നാ മതി. അങ്ങനെ ആവട്ടെ. അങ്ങനെ ഇങ്ങനെ ഒന്നും ആവണ്ട, താൻ മാത്രം വന്നാ മതി. ഞാൻ കൃത്യം 6 മണിക്ക് തന്നെ എത്തിക്കോളാം സാർ. എന്റെ ഭായ്, ഈ 6 മണിയൊക്കെ എപ്പോഴും ഉണ്ടോ? ഞാനതൊക്കെ കണ്ടിട്ട് കുറെ നാളായി. വലിയ ആളല്ലേ, 10 മണി വരെ ഉറങ്ങാറുണ്ട്. 11 മണിക്കാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. വരൂ, ഒരെണ്ണം കഴിഞ്ഞു. ഇനി പ്ലാനിന്റെ 2ാമത്തെ സ്റ്റെപ്പ്. എനിക്കൊരു ലൈഫ് കിട്ടിയിരിക്കുകയാണ്. അടിപൊളി. ഇത്രയും വലിയ ബംഗ്ലാവോ? സംഭവം കൊള്ളാം. അല്ല ഡയറക്ടർ സാറേ, അങ്ങ് എത്തിയോ? നിങ്ങൾ എന്തായാലും ഇരിക്കൂ, സാറ് വരാനുള്ള സമയമായി. ഭായ്, ഗുഡ് മോർണിംഗ്. ബാഡ് മോർണിംഗ്. ഇത് കൊള്ളാലോ സാർ.
ഇത് കാർഡിയോ ആയിരുന്നോ അതോ എക്സം സീക്വൻസ്? എടാ ബായ് എന്ത് ചെയ്താലും അത് നല്ലൊരു ആക്ഷൻ തന്നെയാണ്, അല്ലേ ബായ്? അതെ ബായ്, വല്ലാത്ത വീഴ്ച. കാർഡിയോ ആയി പോയി. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എന്റെ ബായ് വയറ് നിറഞ്ഞു, ബാക്കി പാവപ്പെട്ടവർക്ക് കൊടുത്തേക്കോ. എനിക്കെന്തായാലും സേവ് പൂരി മതി. എനിക്ക് നല്ല ഒന്നാം തരം മുളക് ബജി വേണം. ഇനി എന്താണ് വേണ്ടത്? ഈ മാസ്റ്ററോട് എവിടെങ്കിലും ഒന്ന് അടങ്ങിയിരിക്കാൻ പറയേ, വല്ലയിടത്തും വീണ് പരിക്ക് വല്ലതും പറ്റും. ആരെന്ത് ചെയ്യണമെന്ന് ഞങ്ങളുടെ ഈ ബജി ബായി തന്നെ പറയും. പക്ഷെ ഇന്നലെ പേര് പോപ്പി എന്നാണല്ലോ പറഞ്ഞത്. വലിയ ആൾക്കാരല്ലേ, ഒരു ദിവസം 4-5 ഡ്രസ്സും പിന്നെ 4-5 പേരും മാറ്റും. സാറേ, ഇവിടെ ആയതുകൊണ്ട് ഒരു പേര് മതി, ഇല്ലെങ്കിൽ കൺഫ്യൂഷൻ ആകും. ഗൂബി ബാദുടി, അത് ഓർമ്മയിൽ വെച്ചോ. ബൂപ്പി ബാദുടി. സാർ, ഒരു പുതിയ ആക്ഷൻ സീക്വൻസ് കാണിക്കാമോ? എന്റെ ബായ് ഇപ്പൊ വേണ്ട, കുറച്ച് ഡിസ്കഷൻ ഉണ്ട്. അതെ ബായ്, സുരേല. രംഗീല എന്നാണ് സാർ എന്റെ പേര്. എന്റെ അച്ഛനും അമ്മയ്ക്കും വളരെ ഇഷ്ടപ്പെട്ടിട്ട പേരാണ് സാർ രംഗീല എന്ന്. അത് തന്നെ. നോക്ക്, 2 ടൈപ്പ് ബിസിനസ്സാ എനിക്കുള്ളത്. ആ, അടുത്ത ടൈപ്പ് എന്താണെന്ന് അങ്ങേർക്ക് തന്നെ അറിയില്ല. 1000 കോടി രൂപ ഞാൻ നിനക്ക് തരാം. പക്ഷെ ഇവിടെ എനിക്ക് ഒരാളെ വേണം. അയാളായിരിക്കണം എന്റെ ഫിലിമിന്റെ പ്രൊഡ്യൂസർ. താൻ സ്റ്റീഫൻ സ്പീൽബർഗ് അല്ലെങ്കിൽ സപ്പോളയോട് സംസാരിക്കും. എന്റെ സാറേ, അവരൊക്കെ വലിയ ആൾക്കാരാണ്. എത്ര വലുതാണ്? 7 ഫീറ്റ് ഒക്കെ ഉണ്ടാവോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ടേബിളിന്റെ മുകളിൽ കയറി നിന്ന് സംസാരിച്ചോളാം. എന്റെ പൊന്ന് സാറേ, അവര് മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുക്കാറേ ഇല്ല. അവരെ പോലുള്ള പണക്കാരടുത്ത് നമ്മുടെ പണി ഒന്നും നടക്കില്ല സാറേ. ഇവിടെ സാറ് പൂപ്പജി മാത്രമാണ്. ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. 4 ദിവസം താമസിക്കാൻ വേണ്ടി ഇദ്ദേഹം ഈ വീടിങ് വാങ്ങിയിരിക്കുകയാണ്. സംശയമുണ്ടോ? സത്യമായിട്ടും? അതെ, കള്ളനെന്ന് പേരുള്ളവന്റെ കൂടെ ഞങ്ങൾക്ക് എങ്ങനെ ബിസിനസ് ചെയ്യാൻ കഴിയും? അയ്യോ, പേര് മാത്രമേ അങ്ങനെയുള്ളൂ. പക്ഷേ അദ്ദേഹം നല്ല മനുഷ്യനാണ്. ഇവിടെ വരൂ, അങ്ങോട്ട് പോകൂ. എവിടെ തോന്നുന്നോ അങ്ങോട്ട് പോകൂ. എന്നിട്ട് കള്ളന്മാരെ കൊണ്ടുപോകാം. എന്നിട്ട് ഞങ്ങൾ കഥ പറഞ്ഞു കൊടുക്കാം. ആ കഥ കേട്ടാൽ മുത്തശ്ശിയും മുത്തശ്ശനും പറഞ്ഞ കഥ പോലും അയാൾ മറന്നു പോകും. ആഹാരം കഴിക്കില്ല, വെള്ളം കുടിക്കാൻ പോലും അയാൾ മറക്കും. മനസ്സിലായില്ലല്ലോ. അതായത് അവരെയും കൂട്ടിക്കൊണ്ട് അമ്യൂസ്മെന്റ് പാർക്ക് വരാൻ പറയാ. അമ്യൂസ്മെന്റ് പാർക്കോ? പണക്കാരുടെ ഓരോരോ വിനോദങ്ങൾ. ഓക്കെ സാർ, ഞാൻ ഏറ്റു. അതെ ഭായ്, സജീല ഈ തത്തമ്മയ്ക്ക് വല്ലാത്ത മറവിയാണല്ലോ. ആ, സജീല അല്ല സാറേ, രംഗീല. രംഗീല ആന്റണി. ആ, ബായ്, ഇയാളെന്താ ഇങ്ങനെ? ഇയാൾക്ക് 100 കോടി ശമ്പളം പറഞ്ഞിട്ടും ഇയാൾ ആർത്തി പിടിക്കുകയാണല്ലോ. എന്റെ ഭായ്, ഇത് കുക്കിന് വേണ്ടിയുള്ളതാ. അയാള് ബർഗർ നന്നായിട്ടുണ്ടാക്കിയിരുന്നു. നേരത്തെ ചെയിൻ തന്നല്ലേ, അത് തന്നെ ധാരാളം. ഇനി ഇവിടെ നിൽക്കുകയാണെങ്കിൽ തന്നത് തന്നെ തിരിച്ചു ചോദിക്കും. വേഗം പൊയ്ക്കോളൂ. ഓക്കെ സാർ, ഓക്കെ സാർ, ഞാൻ പോവാണേ. എന്തായത്? നിങ്ങളുടെ ആക്ടിങ് വളരെ ഓവറാകുന്നുണ്ട്. അതെ, അല്പം കുറച്ചോളൂ. കള്ളന്മാർക്ക് സംശയം വരാൻ പാടില്ല. ഹണി, നീ അവന്മാരുടെ മുന്നിൽ പോയി പെട്ടേക്കരുത്. നാളെയാണ് യഥാർത്ഥ പടത്തിന്റെ തുടക്കം. ഇതാ വന്നു ഹീറോയിനി. ഇവനാണ് ഇവളുടെ ഹീറോ. രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. ഞാൻ നിന്നെ രക്ഷിക്കാം. ഞാനാണ് ഹീറോ. അടിപൊളി, അടിപൊളി. രംഗീലക്കാലക്കും. രംഗീലക്ക് കിട്ടിയിരിക്കുന്ന ഓഫർ കണ്ട നിങ്ങൾ ഞെട്ടിപ്പോവും. OMG, താൻ എന്നെ പേടിപ്പിച്ചു കളഞ്ഞു. തനിക്കറിയില്ലേ, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പണി ചെയ്യാറില്ല. മറ്റുള്ളവരെ എനിക്ക് വേണ്ടി പണി ചെയ്യാറുള്ളൂ. പോയി പണി നോക്ക്. എന്റെ പൊന്ന് സാറേ, ആദ്യം ഈ ഡീൽ ഒന്ന് കേൾക്ക്. നോ,
ഞാൻ എന്റെ ഫാമിലിക്ക് വേണ്ടി മാത്രമേ പണിയെടുക്കാറുള്ളൂ. ഫാമിലിയിൽ ടാലൻസ് ഉള്ളപ്പോൾ ഞാൻ എന്തിനാണ് പുറത്തുള്ള ആൾക്കാരോടൊപ്പം പണിയെടുക്കേണ്ടത്? സാറിന് എന്തായാലും ചന്ദ്രനിലെ ചന്തു എന്ന് പറയുന്ന പടം എടുക്കണമല്ലോ. ഈ പടം ചെയ്യൂ, ബഡ്ജറ്റ് ഡബിൾ ആക്കൂ. ആള് നല്ല കാശുകാരനാ. ഒരു പടത്തിന്റെ ബഡ്ജറ്റില് 2 പടം എടുത്തോളൂ. ഒന്ന് എന്റേത്, ഒന്ന് അങ്ങയുടേത്. ചന്ദ്രനിലെ ചന്തു 1000 കോടി രൂപയാണ് തരാൻ പോകുന്നത്. അങ്ങയ്ക്കുള്ള കഴിവ് വെച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. എല്ലാവരുടെ ലൈഫ് സെറ്റിൽ ആവുമല്ലോ. ബട്ട് ഇത് വല്ലാത്ത കൺഫ്യൂസ് ആണല്ലോ. എന്റെ പൊന്ന് സാറേ, ഒന്ന് പോയി ആ കഥ ഒന്ന് കേൾക്ക്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതോടെ വിട്ടേക്ക്. ഐഡിയ കൊള്ളില്ലെന്ന് പറയാൻ പറ്റില്ല. എന്നെ ഒന്ന് രക്ഷിക്കു സാറേ, എന്നെ ഒന്ന് രക്ഷിക്ക്. എനിക്ക് നീന്താൻ അറിയത്തില്ല സാറേ. വെറുതെ കിടന്ന് ബഹളം വെക്കല്ലേ. നിങ്ങൾ പറയുന്ന താഴ്ചയൊന്നും ഈ വെള്ളത്തിനില്ല. താങ്ക് യു സാർ. അവരുമായിട്ടുള്ള മീറ്റിംഗ് ഫിക്സ് ചെയ്തേക്ക്. നാളെ തന്നെ പോയി കണ്ടേക്കാം. സാറേ, മീറ്റിംഗ് ഫിക്സ് ആയി കഴിഞ്ഞു. നാളെ അമ്യൂസ്മെന്റ് പാർക്കിൽ വെച്ചാണ്. എന്ത് അമ്യൂസ്മെന്റ് പാർക്ക്? അവരെവിടെ പോയി? അതാ അവിടെയുണ്ട്. എന്റെ ഭായ്, സോറി, ഫിലിമിന്റെ കഥ ആലോചിക്കുകയായിരുന്നു. റൈഡിങ്ങിലോ? റൈഡ് ചെയ്ത ശരീരം മുഴുവൻ ഇളകുമല്ലോ, അപ്പൊ ബുദ്ധി ഇളകും. അങ്ങനെ ചേട്ടന്റെ ബുദ്ധി ജോലി ചെയ്തോളും. മനസ്സിലായോ കള്ള? അതെ, കള്ളൻ കള്ളൻ. അങ്ങയുടെ പേര് അങ്ങനെയല്ലേ? ഞാൻ ഹീറോ നമ്പർ 2. എന്റെ പേര് കേട്ടിട്ടുണ്ടാവും. നോ, ഹീറോ ഒരാളെ ഉള്ളൂ. അതെന്റെ അനിയൻ തൊമ്മനാ. എഴുത്ത് കൊണ്ടുവന്ന് തന്നാൽ അത് പോസ്റ്റ്മാൻ, ഹീറോ എന്നാൽ അത് തൊമ്മൻ. അതെ ഭായ്, ഇദ്ദേഹം എന്തും തിരുത്തി എഴുതുന്ന ആളാണ്. ഇദ്ദേഹം സെക്രട്ടറിയും രചയിതാവുമാണ്. അതെ അതെ, വല്ലാത്ത രചനയാണ്. സ്റ്റോറി സെറ്റിങ്ങിന് വേണ്ടി നിങ്ങൾ അമ്യൂസ്മെന്റ് പാർക്ക് റെന്റ് ചെയ്തിരിക്കുകയാണോ? ഇവിടെ വരൂ. ഇദ്ദേഹം വലിയൊരു പണക്കാരനാണ്. കല്യാണത്തിന് പോലും ടെന്റ് റെന്റ് ചെയ്യില്ല, പാന്റ് റെന്റ് ചെയ്യില്ല, സെന്റ് റെന്റ് ചെയ്യില്ല. എല്ലാം ഇദ്ദേഹം വാങ്ങിയതാണ്. അതെ ചേട്ടാ, ഞങ്ങൾ റൈഡ് പോകുന്ന സമയത്ത് അതെപ്പോഴും ഒഴിഞ്ഞിരിക്കണം. അതെ ഭായ്, ഒരു പക്ഷേ ഇരിക്കാൻ മനസ്സില്ലെങ്കിൽ കാലിയായിട്ട് തന്നെ തോടണം. വലിയ വലിയ ആൾക്കാര് വലിയ വലിയ കാര്യങ്ങളെ ചെയ്യാറുള്ളൂ. എടാ, നീ ഓവർ ആക്ടിങ് കാണിച്ച് ചളവാക്കല്ലേ. സംശയമുണ്ടോ? റൈഡിന്റെ സ്റ്റോറി ഞങ്ങൾ ഡിസ്കഷൻ ചെയ്യാം. റൈഡിലോ? അതെ ഭായ്, എന്റെ കഥയിൽ ഒരുപാട് ട്വിസ്റ്റും സസ്പെൻസും ഉണ്ട്. നമുക്കത് കറങ്ങിക്കൊണ്ട് കേൾക്കാം. ശരി, നിങ്ങളുടെ കഥ പറയൂ, കേക്കട്ടെ. എന്റെ ഭായ്, എന്റെ ഈ കഥയിൽ ഒരു റൈറ്റർ പൂച്ചയുണ്ട്. എന്നിട്ട്? ശരി ഭായ്, ഭയങ്കര പണക്കാരനല്ലേ, അതുകൊണ്ട് ഭയങ്കര തിരക്കാ. ബാക്കി റൈറ്റർ പറഞ്ഞു തരും. ഏയ്, പറഞ്ഞു കൊടുക്ക. ഇവിടെ ഒരു റൈറ്റർ ഞാനാണ്. എന്ത് കഥയാണ് ഞാൻ പറയേണ്ടത്? കാട്ടിലെ സിംഹത്തിന്റെ ആണോ, പറക്കുന്ന പക്ഷിയുടെ ആണോ, റോഡിലെ ഡാം വ്യൂ, അതോ വീട്ടിലെ പശുവോ? ഫിലിമിന്റെ. ചേട്ടായി, ആദ്യം നമുക്ക് പാട്ടിൽ തുടങ്ങാം. പാട്ട് ഞാൻ പാടിത്തരാം. പാലത്തിന്റെ പുറത്തുകൂടെ പോകുമ്പോൾ താഴെ ബോട്ട് പോകും. ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, അതിലൊരു കാമുകനുണ്ട്. നട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു ബോൾട്ടുമുണ്ട്. അതുപോലെയാണ് അവർ രണ്ടുപേരുടെ പ്രണയകഥ. അടികൈ. അതെ, ഈ കഥയിൽ പ്രേതവും ഉണ്ട്. ഓ എന്റെ ചേട്ടായി, എന്താ ഇത്? നമുക്ക് പാട്ടൊക്കെ പിന്നെ പറഞ്ഞു കൊടുക്കാം. ആദ്യം കഥയൊന്ന് കേൾക്ക്. ഇവിടെ അങ്ങോട്ട് സോങ് സീക്വൻസ് ആണ്. ജിങ്ക് ചിക്കട ജില്ലാന, ജിങ്ക് ചിക്കട ജില്ലാന, ജിങ്ക് ചിക്കട ജില്ല ജില്ലാന, ജിങ്ക് ചിക്കട ജില്ലാന, ജിങ്ക് ചിക്കട. അതെ, ഞാനാണ് ഹീറോ. ഞാൻ പറയാം സ്റ്റോറി. എന്റെ ചേട്ടായി, ഒരു റൈറ്റർ പൂച്ച ഉണ്ടായിരുന്നു. അതൊരു പ്രൊഡ്യൂസറിന് കഥ പറയാൻ വേണ്ടി പോയിരുന്നു. അപ്പൊ പ്രൊഡ്യൂസർ പറഞ്ഞു, കഥ എനിക്ക് തരൂ. പൂച്ച പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ പ്രൊഡ്യൂസർ അവനെ പതുക്കെ കൊക്കയുടെ അടുത്തേക്ക് പിടിച്ചോണ്ട് പോയി. എന്നിട്ട് ആ പ്രൊഡ്യൂസർ ആ പാവം പൂച്ചയെ കൊക്കയിലേക്ക് തള്ളിയിട്ടു. എന്നിട്ട് സ്ക്രിപ്റ്റ് മോഷ്ടിച്ചു. എന്നിട്ട് പൂച്ച ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞു. എങ്ങനെയുണ്ട്? ആത്മാവ് പൂച്ച ഇല്ല. എനിക്ക് തല ചുറ്റുന്നു. നിർത്ത്.
എന്റെ ഭായ് ഇയാൾ മുഴുവൻ കഥ കേൾക്കാതെ ഓടി രക്ഷപ്പെട്ടല്ലോ. നാളെ ഷൂട്ടിംഗ് എങ്ങനെ നടക്കും? ഭായ് നമുക്കൊരു കാര്യം ചെയ്യാം, പടം നിർമ്മിക്കണ്ട. അതെങ്ങനെ വരാതിരിക്കും, ഞാൻ കൊണ്ടുവരാം. നാളെ രാവിലെ നമ്മൾ സൺറൈസ് ഷോട്ട് എടുത്തിരിക്കും. ഇപ്പൊ പ്ലാൻ പ്രകാരം എല്ലാം പൊക്കോണ്ടിരിക്കുന്നേ. ഹണി, ഇന്ന് രാത്രി നമ്മൾ രണ്ടുപേരും അവരുടെ വീട്ടിലേക്ക് പോണം. ഇന്ന് രാത്രി അവന്മാരെ ഉറക്കരുത്. ഓ, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. അവൻ പറഞ്ഞ കഥ എന്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. ആ പൂച്ചയും കണ്ടു. ഇല്ല 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 ഇല്ല, ഇതൊരിക്കലും ആ പൂച്ച ആയിരിക്കില്ല. ഓർമ്മയുണ്ടോ ഈ മുഖം? എന്നെ വിട്, എന്നെ വിട്, എന്നെ വിട്, എന്നെ വിട്, എന്നെ വിട്, പറഞ്ഞാ കേക്ക്, എന്നെ വിട്, വിട്, വിട്. OMG, എന്താ ഇത്? കൊച്ചളിയ, ഒരെണ്ണം കൊടുക്കാൻ വേണ്ടി എന്റെ മനസ്സ് പറയാണ്. ഇപ്പൊ വേണ്ട, നാളെ ഷൂട്ടിൽ വെച്ച് നമുക്ക് കൊടുത്തോളാം. എന്തിനാ സാറേ ഇങ്ങനെ നിലവിളിക്കുന്നത്? ഞാൻ ഡ്രങ്കിയിലെയാണ്. എന്താണ് സംഭവിച്ചത്? അവൻ എവിടെ പോയി? ആരെവിടെ പോയെന്നാ ഈ ചോദിക്കുന്നേ? ആ പൂച്ച, ആ പൂച്ചകൾ, അതായത് അവൻ. സാർ, നിങ്ങൾ സ്വപ്നം കണ്ടതായിരിക്കും. ഏത് പൂച്ചയാ? രാത്രി മുഴുവൻ ഇവിടെ കിടന്ന് ഉറങ്ങിയോ? രാത്രി മുഴുവനോ? അതെ സാർ, ഇപ്പൊ നേരം വെളുത്തു. നമുക്ക് പടത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങണ്ടേ? വേഗമാവട്ടെ, തയ്യാറാകൂ. നമുക്ക് ലൊക്കേഷനിലേക്ക് പോകേണ്ടതല്ലേ? അയ്യോ, അതൊരു പൂവൻകോഴിയാണ് സാറേ. ഒരു കാറ്. നിങ്ങളിവിടെ ഗുണ്ടകളുമായി ഫൈറ്റ് ചെയ്യും. ഇവിടെ എടുത്ത് ചാടി മുകളിൽ നിൽക്കുന്ന വില്ലനെ പഞ്ചിലിടിക്കും. നോക്ക്, എന്നിട്ട് പഠിക്കേ. Demo scene, take 1, action. അടിപൊളി, നന്നായിട്ടുണ്ട്. വിരൽ ഇങ്ങനെയാക്കണം, ദാ ഇതുപോലെ. പിന്നെ നമുക്ക് CG-യിൽ വെച്ച് അതിനെ വലിയ ലെവലിൽ കാണിക്കാം. അതിന്റെ ഫേവറേറ്റ് ഷോട്ടാണ്. എന്തിനാടാ ഡ്യൂപ്പ് ഇട്ട് ചെയ്യുന്നത്? എന്തായാലും നമുക്ക് ഒറിജിനലായിട്ട് എടുക്കാവുന്നേ. എന്റെ ജോലിയിൽ കൈകടത്തിയാൽ ഞാൻ ഈ ഫിലിം വേണ്ടെന്ന് വെക്കും. എന്റെ ഭായ്, ടീം പിരിഞ്ഞാൽ ഈ സിനിമ ഞാനും വേണ്ടെന്ന് വെക്കും. ഓ വേണ്ട വേണ്ട, അതിന്റെ ആവശ്യം ഒന്നും തന്നെ ഇല്ല. ഞാൻ പറഞ്ഞതുപോലെ വേണ്ട. അത് ഞാൻ വേറെ നല്ല പടത്തിൽ വല്ലതും ചെയ്തോളാം. അല്ല, ഈ പടത്തിൽ ചെയ്യാന്നാ പറഞ്ഞേ. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ചെയ്തോളൂ. അപ്പൊ ഞാൻ എവിടെയായിരുന്നു? അങ്ങ് തന്നെ പറഞ്ഞോളൂ. ആ, അതിനുശേഷം ഗുണ്ടകൾ നിങ്ങളുടെ ദേഹത്ത് വലയിടും. നിങ്ങൾ ഫൈറ്റ് ചെയ്യും. ആ സമയത്ത് വില്ലൻ നിങ്ങളെ കൊക്കയിലേക്ക് തള്ളിയിടും. അതേ സ്റ്റോറി, സെയിം സ്റ്റോറി, എന്റെ സ്റ്റോറി. സാർ എന്തിനാ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇത് OP സാറിന്റെ സ്റ്റോറിയാണ്. അയാളെ ദേഷ്യപ്പെട്ട ഈ പടം തന്നെ നിർത്തിക്കളയും. സാർ, ഞങ്ങൾ റെഡിയാണ്. ഓക്കേ. റോൾ ക്യാമറ, സൈഡ്, ആക്ഷൻ.
തെറ്റാണ്. ലെഫ്റ്റ് സൈഡിലാണ് പഞ്ചിരിക്കേണ്ടത്. ശരിയല്ലേ? ശരിയാണ്. പക്ഷെ നിനക്കെങ്ങനെ? കട്ട് ചെയ്തേരെ. എന്താ സാറേ ഇത് നല്ലൊരു സീൻ ഇങ്ങനെ നശിപ്പിക്കുന്നത്? അവനിവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇപ്പൊ എന്റെ അടുത്ത് വന്നതാണ്. അത് പിന്നെ ഈ സ്ക്രിപ്റ്റിന്റെ പറയൂ, ആരാണ്? ആരുടെ സ്ക്രിപ്റ്റ് ആണ്? ഒന്നുമില്ല. എക്സ്ക്യൂസ് മീ. കുറ്റം മുഴുവൻ ഇപ്പൊ സമ്മതിക്കുമായിരുന്നു. സമ്മതിക്കും. ഡയറക്ടർ സാറേ, ഷൂട്ടിംഗ് തുടങ്ങട്ടെ. ആ സാറിന് നമുക്കൊരു സീൻ കാണിച്ചു കൊടുക്കാം. അതെ ഭായ്, കള്ളൻ കുഞ്ഞിനെ നാളെ രാത്രി പ്രതി കാണാൻ തീർച്ചയായും കൊണ്ടുവരണം. ഓക്കെ സാർ. പ്രേതത്തിനെ കണ്ടാ പേടിക്കുമെന്ന് പറഞ്ഞത് ചുമ്മാതല്ല. വല്ലാത്ത തണുപ്പ്. തണുപ്പോ? കഴുതേ, ഇങ്ങനത്തെ സിറ്റുവേഷനിലേ ആരും വായിങ്ങനെ അടച്ചു വെക്കില്ല. തുറന്ന് നിലവിളിക്കാണ് വേണ്ടത്. രക്ഷിക്കണേ, 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 രക്ഷിക്കണേ. എന്താ സാറേ ഈ കൊച്ചു കുട്ടികളെ പോലെ? അവനിവിടെ ഉണ്ട്, ഈ വീട്ടിൽ തന്നെ ഉണ്ട്. ആരാ ഉള്ളത്? അവിടെ ഉണ്ട്. എന്റെ സാറേ അവിടെ ആരുമില്ല. ശരി വാ നമുക്ക് നോക്കാം. അവൻ എന്റെ ചെകിടത്തടിച്ചു. എന്റെ സാറേ ഇവിടെ ആരുമില്ല. അങ്ങക്ക് ഹോലി സിമുലേഷൻ വന്നെന്നാ തോന്നുന്നത്. ഒരുപാട് നന്നാക്കാൻ വരല്ലേ. ഞാനും ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ പഠിച്ചത്. അങ്ങോട്ട് നോക്ക്, അതാ വരുന്നു, കണ്ടില്ലേ? അതൊക്കെ പോട്ടെ, താനെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അല്ല സാറ് പാതി സീനി വെച്ച് പോയതല്ലേ. കുഴപ്പമൊന്നുമില്ല, അത് മുഴുവനും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു സാർ. നാളെ പ്രിവ്യൂ വെച്ചിരിക്കുകയാണ് സാർ. സാറ് വരുമല്ലോ അല്ലേ? ഞാൻ അയ്യോ സാറേ, പോപ്പി സാറ് പറഞ്ഞു അങ്ങയെല്ലാം കാണിക്കണമെന്ന്. അദ്ദേഹം തന്നെ അങ്ങേ ക്ഷണിച്ചിരിക്കുകയാണ്. നാളെ രാത്രി 9 മണിക്ക് തന്നെ തയ്യാറായിരിക്കണം കേട്ടല്ലോ. ശരി, ഞാനെന്നാ പോട്ടെ. എനിക്ക് നന്നായിട്ട് അറിയാം, ആ പൂച്ചയുടെ ആത്മാവ് എന്റെ പുറകെ തന്നെ ഉണ്ട്. സാറ് ആഹാരം എടുത്തു വെക്കട്ടെ. എന്തിനാണ് പേടിപ്പിക്കുന്നേ? ഇയാൾക്കൊന്നും തന്നെ സംഭവിക്കില്ല. ഓ, സീൻ കാണിക്കാൻ വേണ്ടിട്ട് ഇത്രയും വലിയ തിയേറ്റർ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണോ? എന്റെ ഭായ്, ബുക്ക് ചെയ്തതല്ല, വാങ്ങിച്ചതാണ്. അതെ, ഇതാണെങ്കിലും ശരിയാവുള്ളൂ. പാതിരാത്രി ഇഷ്ടമുള്ള സമയത്ത് കാണണമെങ്കിൽ നമ്മുടെ കൈവശം തിയേറ്റർ വേണമല്ലോ. മാളത്തിൽ ഒളിച്ചിരുന്ന എലിയെ പുകയിട്ട് ഓടിച്ചു. തിയേറ്ററിനോടൊപ്പം പോപ്കോണും മുഴുവൻ ഞങ്ങൾ വാങ്ങിച്ചു. അടികൈ. സീനൊന്ന് കണ്ടു നോക്കൂ, വല്ലാത്ത എക്സൈറ്റ്മെന്റ് ആയിരിക്കും. ഞാൻ എന്തായാലും പ്രൊജക്ടർ റൂമിലേക്ക് പോയേക്കാം. അങ്ങെന്തായാലും ഇവിടെ ഇരുന്നോളൂ. ജിങ്ക് ചിക്കട ജില്ലാന, ജിങ്ക് ചിക്കട ജില്ലാന, ജിങ്ക് ചിക്കട ജില്ലാ ജില്ലാന. ഈ സീറ്റോ? എന്തൊരു ചോദ്യം അത്. കോടീശ്വരനാ. കുറച്ചു നേരം ഈ സീറ്റിലിരുന്ന് കാണും, പിന്നെ ആ സീറ്റിലിരുന്ന് കാണും. അതെ ഭായ്, ലൈറ്റ് ഓഫ്. ശരി, വരൂ, നമുക്ക് സീൻ കാണാം. Why not? വേഗം തുടങ്ങാം. ഓക്കേ.
അത് കണ്ടോ? എന്താ? എനിക്കത് വളരെ രസകരമായിട്ട് തോന്നുന്നുണ്ട്. നിങ്ങൾ എല്ലാരും അത് കണ്ടായിരുന്നോ? അല്ല, എന്ത് കണ്ടെന്നാ പറയുന്നേ? എന്റെ ഭായ്, ആൾക്കാർ സിനിമ കണ്ടാൽ വിസിലടിക്കും. ഇയാളാണെങ്കിൽ കിടന്ന് കരയുകയാണല്ലോ. ഇവൻ എങ്ങനെയാണ് വന്നത്? ഈ പൂച്ച ഹണി. എന്റെ ചേട്ടായി, ഞാൻ ഹണിയല്ല, ബണ്ണി. എടോ താനല്ല, ഈ പൂച്ച. ഇവൻ കഥയും കൊണ്ട് സ്റ്റുഡിയോയിൽ വന്നായിരുന്നു. സിനിമയുടെ കഥ എന്റേതാണ്. ഞാൻ ഈ ഫിലിമിന്റെ സ്റ്റോറിയെ കുറിച്ചാണ് പറയുന്നത്. എന്റെ ഫിലിം ചന്ദ്രനിലെ ചന്തുവിന്റെ സ്റ്റോറി. ഇവിടെ ഒരു ചിലപ്പോ തന്റെ പടത്തിന്റെ സ്റ്റോറി തന്റേതാണെന്ന് പറയുന്നു, ചിലപ്പോ ഞങ്ങളുടെ പടത്തിന്റെ സ്റ്റോറി തന്റേതാണെന്ന് പറയുന്നു. ഇത് എന്ത് സ്റ്റോറിയാ? നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ല. നിങ്ങളുടെ സ്റ്റോറി എന്റെ റിയൽ ലൈഫ് സ്റ്റോറിയാണ്. പക്ഷെ എന്റെ സ്റ്റോറി ആണെങ്കിൽ അത് സാധനങ്ങൾ കൊണ്ടുപോകാൻ ലോറി വേണം. നിങ്ങൾ പറയുന്നത് ഞങ്ങളുടെ സ്റ്റോറി നിങ്ങളുടെ സ്റ്റോറി എന്നാണ്. എടാ കള്ള, നീ എന്റെ കഥ മോഷ്ടിച്ച കള്ളനാണ്. നീ ചെയ്ത പണിക്കുള്ള കൂലി നിനക്ക് ഇപ്പൊ തന്നെ കിട്ടും. തനിക്കെന്താ വട്ടാണോ? തന്നെ ആരാ പിടിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് ആർക്കും ഈ പൂച്ചയെ കാണാൻ പറ്റുന്നില്ലേ? ഇല്ല, നിങ്ങൾ ഏത് പൂച്ചയെ കാണുന്ന കാര്യം ഈ പറയുന്നേ? ഞങ്ങൾ ഒരു പൂച്ചയും കാണുന്നില്ല. അത് പൂച്ചയാണോ പ്രേതമാണോ? പ്രേതമാണ്. ആ പൂച്ചയുടെ പ്രേതമാണ്. ഏത് പൂച്ചയുടെ? ഹണി, റൈറ്റർ പൂച്ച നാട്ടിൽ വെച്ച് എന്നെ കാണാൻ വന്നിരുന്നു. ചന്ദ്രനിലെ ചന്തു എന്ന സ്ക്രിപ്റ്റ് എന്നെ കാണിച്ചിരുന്നു. അതാണ് ഇപ്പൊ പ്രേതമായിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്താ ഈ പറയുന്നത്? ജീവിച്ചിരിക്കുന്ന ആൾ എങ്ങനെയാണ് പ്രേതമാകുന്നത്? ഞാൻ പറയുന്നത് കേക്ക്. ഇവനിപ്പോ ജീവനോടെ ഇല്ല. അവന്റെ സ്ക്രിപ്റ്റ് മോഷ്ടിച്ചിട്ട് ഞാൻ അവനെ വലിയൊരു കൊക്കയിലേക്ക് തള്ളിയിട്ടു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നിങ്ങളുടെ വില്ലൻ ബണ്ണിയെ തള്ളിയിട്ടതുപോലെ ഇപ്പോൾ ആ പൂച്ച പ്രേതമായിട്ട് എന്നെ തട്ടാൻ വന്നിരിക്കുകയാണ്. കഴുതേ, പ്രേതമായിട്ടല്ല, യഥാർത്ഥത്തിൽ തന്നെ വന്നിരിക്കുകയാണ് ഞാൻ. അതെ, ഷൂട്ടിംഗ് കഴിഞ്ഞു. 10 ക്യാമറ വെച്ചാ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. എല്ലാ ആംഗിൾസിൽ നിന്ന് നന്നായി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. രംഗീല, താൻ എന്റെ കൂടെ നിന്നിട്ട് എനിക്കിട്ട് എന്നെ പണിയൊന്നും അല്ലേ? താൻ എന്താ കരുതിയത്? ഞാനും തന്നെ പോലെ വൃത്തികെട്ടവനാണെന്നാണോ? തന്നെ പോലെ ഒരു ക്രിമിനലിന്റെ കൂടെ ഞാൻ ഇനിയും ജോലി ചെയ്യില്ല. താൻ ഇന്നലെ ഷൂട്ടിംഗിൽ നിന്ന് ഓടിപ്പോയ ശേഷം തന്റെ കാര്യങ്ങൾ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഞങ്ങളെ സഹായിക്കുമെന്ന് സമ്മതിച്ചു. അറസ്റ്റ് ഹിം. നിങ്ങളുടെ നാടകമായിരുന്നല്ലേ? പക്ഷേ ഹണിയുടെ കഥ ഒരിക്കലും സിനിമയാവില്ല. സാറ് അങ്ങെല്ലാം കേട്ടായിരുന്നു. അതെ, ഞങ്ങൾ ഈ ഹോളിവുഡിലെ ഏറ്റവും വലിയ പ്രൊഡ്യൂസറെ തന്റെ കള്ളത്തരങ്ങൾ കാണിക്കാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. സംശയമുണ്ടോ? ഈ പടം ചെയ്യും. റേറ്റിന്റെ ക്രെഡിറ്റ് തീർച്ചയായും ഹണിക്ക് തന്നെ കിട്ടിയിരിക്കും. താങ്ക് യു. അതോടൊപ്പം താൻ ജയിലിന്റെ കമ്പിയെ എണ്ണും. ഓ മൈ ഗോഡ്, ജയിലോ? എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നെ വിടൂ, എന്നെ വിടൂ. OMG, എന്നെ വിടൂ. ജസ്റ്റ് ലീവ് മീ. എന്റെ ഭായ്, ഇനി നിനക്ക് ജയിലിലും 5 സ്റ്റാർ ട്രീറ്റ്മെന്റ് വേണമെന്നാണോ പറയുന്നത്? എന്തായാലും രംഗീല സത്യസന്ധതയ്ക്കൊപ്പം നിന്നിരിക്കുകയാണ്. അതിനാൽ ചന്ദ്രനിലെ ചന്തു ഇദ്ദേഹം തന്നെ ഡയറക്ട് ചെയ്യും. എന്തായാലും കോൾ അടിച്ചല്ലോ. ഓ താങ്ക് യു കൂട്ടുകാരെ.
അതിനു മുമ്പായിട്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ആത്മാർത്ഥമായിട്ട് താങ്ക്സ് പറയാണ്. എടാ ഞങ്ങളോട് എന്തിനാടാ നീ താങ്ക്സ് പറയുന്നേ? നീ എത്രയോ മണ്ടത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്, പക്ഷെ നീ ഞങ്ങൾക്ക് എപ്പോഴും പ്രിയപ്പെട്ടവനാണ്. ശരി, എന്നാൽ വരൂ, നമുക്ക് ഷൂട്ടിംഗ് തുടങ്ങാം. എന്റെ പേര് കാണിക്കുന്നു. ആശംസകൾ. ആകാശത്തിൽ പറക്കുന്നത് വിമാനമാണ്. അണി, നീ ഞങ്ങളുടെ നാടിന്റെ അഭിമാനമാണ്. അടി കൈ. ഇവിടെ വരൂ. നീ ഞങ്ങളുടെ അഭിമാനമാണ്, നാടിന്റെ അഭിമാനമാണ്. നീ ജനിച്ചത് തന്നെ ഈ നാടിന്റെ അഭിമാനത്തിന് വേണ്ടിയാണ്. സന്തോഷം കൊണ്ട് ഞാൻ അഭിമാനിക്കുകയാണ്. ഇതിനായിട്ട് ഞാൻ ചുംബനം തന്ന് നിന്നെ ചോപ്പിക്കാൻ പോവുകയാണ്. താങ്ക് യു. മിസ്റ്റർ ഹണി, ഇത്രയും നല്ലൊരു കഥ നിങ്ങളുടെ ബുദ്ധിയിൽ എങ്ങനെയാണ് ഉദിച്ചത്? എനിക്കറിയില്ല, കാരണം എനിക്ക് ബുദ്ധിയില്ലല്ലോ. അങ്ങയുടെ സെൻസ് ഓഫ് ഹ്യൂമർ നന്നായിട്ടുണ്ട്. അടുത്ത പടം എന്താ, കോമഡിയാണോ? ഒന്ന് മാറി നിന്ന എല്ലാവരും. എന്റെ ഹണി, ഇതുപോലൊരു വെടിക്കെട്ട് പടം ഹോളിവുഡിൽ ഉണ്ടായിട്ടേ ഇല്ല. അല്ല, അങ്ങ് എന്തൊക്കെയാണ് ഈ പറയുന്നത്? അതിന് എന്റെ പടത്തിൽ വെടിക്കെട്ടൊന്നും ഇല്ലല്ലോ. നമ്മുടെ പടത്തിന്റെ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. എനിക്കിപ്പോ പുതിയതായി 4 പടത്തിന്റെ ഓഫറാണ് വന്നിരിക്കുന്നത്. അതെയോ? അപ്പൊ 4 പടങ്ങൾ നിങ്ങൾ ഒരുമിച്ച് ഷൂട്ട് ചെയ്യാൻ പോവുകയാണോ? അല്ലല്ല, 4 പടവും ഹണിയാണ് എഴുതാൻ പോകുന്നത്. ഹണി സാറേ എഴുതുമല്ലോ അല്ലേ? ഇനി ഏതായാലും 1 മാസത്തേക്ക് ഞാൻ അവധിയെടുത്ത് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പോവാണ്. അതിനുശേഷം ഞാൻ ആലോചിച്ചിട്ട് പറയാം ഇനി അങ്ങോട്ട് പടം ചെയ്യണോ അതോ വേണ്ടയോ എന്ന്. ചില സമയങ്ങളിൽ മുകളിലുള്ള ആള് കൊടുക്കുമ്പോ കൂര പൊളിയും പോലെ കൊടുക്കും. ഇന്നെന്തായാലും ആ പഴഞ്ചൊല്ല് ശരിയായി. സംശയമുണ്ടോ?